ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ ചേച്ചീൻ്റെ വീട്ടിലെ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ചേച്ചീൻ്റെ വീട്. അപ്പോൾ ചേച്ചീൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ രാവിലെ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിച്ചു വരണമാണ്. അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം. നമ്മൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ ശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഡ്രസ്സാണിത്. ഇവിടെ ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിതാ പോവാണ്. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഒന്ന് കുറച്ച് പോകാനുണ്ട്. നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ അവിടെ സദ്യ എന്നുണ്ടായിരുന്നേ. അപ്പോൾ സദ്യക്കുള്ള നമ്മളെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുൾ കഴിച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അംഗനവാടീൻ്റെ അടുത്തുള്ളൊരു വഴിയിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽക്കൂടെ പോയ സമയത്ത് നമ്മളെ 2 ടീച്ചേഴ്സിനും അവിടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കല്യാണത്തിന് പോയി. എന്നെയും എൻ്റെ അമ്മായിൻ്റെ മോളെയും എൻ്റെ അനിയനെ അവിടെ ഏൽപ്പിച്ച് അവിടെ കുട്ടികളൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫോട്ടോ ആണ്. ഞാനവിടെ അംഗനവാടി പഠിച്ച സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളവിടെ തീർന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് എൻ്റെ അനിയന് നേഴ്സറി 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവനെ പോവാത്തതാണ്. അപ്പോൾ അവനവിടെ എത്തിയപ്പോൾ അടുത്ത സൈക്കിളൊക്കെ ഓട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ 2 ടീച്ചേഴ്സും വന്നപ്പോൾ ഞങ്ങൾ 3 പോരുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പോരാനുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. എൻ്റെ ഇപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ.
അപ്പം ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇനി അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടായതിന് ശേഷം എന്നാൽ പാത്രം കഴുകുകയാണ് കേട്ടോ. ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പാത്രം കഴുകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുപ്പി ഫില്ലാക്കുകയാണ്. അപ്പോൾ നമ്മൾ കുപ്പിയൊക്കെ ഫില്ലാക്കി അതിന് ശേഷം പാത്രം കഴുകുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മക്രോണി ഉണ്ടാക്കുകയാണ്. മക്രോണി ഇതാ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ശേഷം അതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇതാ മക്രോണി കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഡ്രസ്സെല്ലാം അയലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണങ്ങാത്ത ഡ്രസ്സൊക്കെ മേലെ കൊണ്ടുവന്ന് ചിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിലെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കറ്റാർവാഴകളൊക്കെ ഉണ്ട്. അപ്പോൾ കറ്റാർവാഴക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മേലെ കൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ ഇവിടുത്തെ ഡ്രസ്സും എല്ലാം കൂടി എടുത്തിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇനി അതിനോട് ഡ്രസ്സ് മടക്കി വെക്കലോടെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രസ്സ് മടക്കി വെക്കലൊക്കെ കൂടെ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഡിന്നറിന് ചോറും അതുപോലെ തന്നെ സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് അവിടെ പരിപാടി ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു പീസ് വത്തക്ക കൂടിയും കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ഇനിയും കാണാം. അതുവരെ കൊണ്ടേക്ക്. അസ്സലാമു അലൈക്കും. ബൈ.